ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ രഹസ്യം നിങ്ങളുടെ സുഹൃത്തിന് അറിയാമെങ്കിൽ ആ ദാമ്പത്യത്തിലെ വിശ്വാസത്തിൻ്റെ ആദ്യ വിള്ളലുകൾ വീണ് കഴിഞ്ഞെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് എപ്പോഴല്ലേ. സന്തോഷവും സങ്കടവും മാത്രം പോരാ, ചിലർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളും കിടപ്പുമുറിയിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും സുഹൃത്തുക്കളുടെ ചായക്കപ്പിലേക്കും അതുപോലെ തന്നെ ബന്ധുക്കളുടെ ചർച്ചകളിലേക്കും സോഷ്യൽ മീഡിയയിലെ വേരുകളിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പം ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി വിശ്വാസത്തോടെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം മറ്റൊരാളുടെ വായിൽ നിന്ന് നിങ്ങൾക്കത് പിന്നീട് വീണ്ടും കേൾക്കേണ്ടി വന്നാലേ ആ ഹൃദയത്തിന് വീണ്ടും നിങ്ങളുടെ അതേ വിശ്വാസത്തോടു കൂടി നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രഹസ്യം പുറത്തു പോകുന്ന നിമിഷം ഉണ്ടല്ലോ വിശ്വാസം മരിക്കാൻ തുടങ്ങും. വിശ്വാസം മരിക്കാൻ സംഭാഷണങ്ങൾ നിലയ്ക്കും. സംഭാഷണം മരിച്ചാൽ സ്നേഹം ശ്വാസം മുട്ടുന്നവരെ, സ്നേഹം ശ്വാസം മുട്ടിയാലേ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാണ്ടാവും. ഒടുവിൽ അതിന് മുറി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ കൊച്ചു മക്കളായിരിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാം, പക്ഷേ അവരെന്നും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട. ബന്ധുക്കൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം, പക്ഷെ തകർന്ന വിശ്വാസം കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ ഭാര്യക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് മാത്രമാണ് സാധിക്കുക എന്നുള്ളതാണ്. ഒരു നല്ല കുടുംബം പറയുന്നത് വലിയ വീട് കൊണ്ടൊന്നുമല്ല, പരസ്പരം കാത്തു സൂക്ഷിക്കുന്ന വലിയ രഹസ്യങ്ങളുടെയാണ്. ലോകം അറിയേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന്റെ കലഹങ്ങളല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരമാണ് എന്നുള്ളതാണ്. ലോകം കേൾക്കേണ്ടത് പരസ്പരം കുറ്റപ്പെടുത്തലുകളല്ല, പരസ്പരം ബഹുമാനത്തിന്റെ ശബ്ദമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാര്യ നിങ്ങളുടെ ദൗർബല്യമാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട, അത് നിങ്ങളുടെ ശക്തിയാണ്. ഭർത്താവ് നിങ്ങളുടെ എതിരാളിയാണെന്ന് വിചാരിക്കേണ്ട, അത് നിങ്ങളുടെ ഏറ്റവും വലിയ താങ്ങാണ്, തണലാണ്. അദ്ദേഹത്തിന്റെ അവളുടെ കുറവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല പക്വത എന്ന് പറയുന്നത്. ആ കുറവുകളെ സ്നേഹത്തോടെ ക്ഷമയോടെയും സംഭാഷണത്തിലൂടെയും പരിഹരിക്കുന്നതാണ് യാഥാർത്ഥ ദാമ്പത്യ വിജയം എന്ന് പറയുന്നത്. ഓരോ വീട്ടിലും ഓരോ അടച്ചു വെച്ച വാതിലുണ്ട്. ആ വാതിലുകളൊക്കെ ചില കണ്ണീരും ചില പുഞ്ചിരിയും ചില രഹസ്യങ്ങളും ചില പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാവും. അവയെ പുറത്തുള്ളവരുടെ കാഴ്ച വിരുന്നാക്കാതിരിക്കാൻ നിങ്ങൾ. ഭാര്യയും ഭർത്താവും പരസ്പരം കാത്തു സൂക്ഷിക്കുന്ന രഹസ്യങ്ങളാണ് ഒരു കുടുംബത്തിന്റെ മതിലുകൾ എന്ന് പറയുന്നത്. ആ മതിലുകൾ ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ വീടൊക്കെ നിലനിൽക്കും, പക്ഷെ കുടുംബം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിന്നൊരു പ്രതിജ്ഞ എടുക്കുക. നിങ്ങൾ നമ്മുടെ കുടുംബത്തിലെ സ്വകാര്യങ്ങളും രഹസ്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പോസ്റ്റുകളിലൂടെയല്ല, പരസ്പര സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ദാമ്പത്യമാണ് സന്തോഷമുള്ള കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. സന്തോഷമുള്ള കുടുംബത്തോടൊപ്പമാണ് നല്ല സമൂഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത പങ്കാളിയെ ലോകത്തിന്റെ മുന്നിൽ ഒരിക്കലും ചെറുതാക്കി കാണിക്കാതിരിക്കാൻ നിങ്ങൾ. ലോകത്തെക്കാൾ വലിയ സാധനം നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്, അതാണ് പക്വത, അതാണ് യഥാർത്ഥ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.